അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് അഷ്റഫ് KC കുറ്റൂർ ഹുദവിയുടെ ഒരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു. ഇവരുടെയൊക്കെ പ്രശ്നം ഹമീദ് ഫൈസിയാണ്. കള്ളന്മാർക്ക് പോലീസുകാരെയാണ് പേടി എന്ന് പറഞ്ഞ പോലെ എല്ലാ കള്ളന്മാർക്കും എല്ലാ കള്ളന്മാരുടെയും ഈ മതരംഗത്തെ എല്ലാ കള്ളന്മാരുടെയും പേടി സ്വപ്നം ഹമീദ് ഫൈസിയാണ്. അതിന് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് തേജോവധം ചെയ്യാനുള്ള അങ്ങേയറ്റത്തെ വാക്പ്രയോഗങ്ങളും അസഭ്യങ്ങളും പ്രയോഗിക്കുക എന്നുള്ളതാണ് ഇവനെപ്പോലത്തെ ആളുകളുടെ സൂക്കേട്. ഒരു ദിവസം ഇവനക്കത് പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ ചെയ്തിട്ടില്ലെങ്കിൽ ഉറക്ക് കിട്ടില്ല എന്നാണ് കേട്ടത്. എന്തായാലും അവൻ്റെ പോസ്റ്റൊന്ന് വായിക്കാം. അവസാനം അവർ പാണക്കാട്ടെ ഉമ്മറത്തെത്തിയിരിക്കുന്നു. പച്ചക്കളവുകൾ നിരത്തി മതവിരുദ്ധ ആഖ്യാനങ്ങൾ നൽകി ആദർശ സ്ഖലിതത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് മുദ്രകൾ കുത്തി പാണക്കാട് തങ്ങൾ നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ സംവിധാനത്തെ അവരുടെ പൂർവികർ പൊന്നുപോലെ പോറ്റി കാത്തു സൂക്ഷിച്ചു പോന്ന വാഫി സംവിധാനത്തിനെതിരെ അവരോട് ഒരു വാക്ക് പോലും പറയാതെ അധ്യാപക അഴിമതി തട്ടിപ്പിൻ്റെ കറയേറ്റ് കിടക്കുന്നു അമ്പലക്കടവിലെ പൊതുശല്യത്തിൻ്റെ പിഴച്ച വാക്ക് കേട്ട് സമസ്തയിൽ നിന്നും ദീനിൽ നിന്നും പുറത്താക്കാൻ നേതൃത്വം നൽകിയവർ, പ്രതിഷേധ രാജിവെച്ചവർ, ലെറ്റർ പാഡ് ഇറക്കിയവർ, ഇതൊക്കെ സമസ്തൻ്റെ പണ്ഡിതന്മാരായിട്ട് പറയുന്നത്. ഇവന് ഇതൊക്കെ പറയാനുള്ള യോഗ്യനാണോ എന്ന് നമ്മൾ ആദ്യം ഒന്ന് പരിശോധിക്കണം. കാരണം സമസ്തയുടെ ചരിത്രത്തിൽ സമസ്തയുടെ പ്രസിഡൻറ്റിനെതിരെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപം അഴിച്ചുവിട്ടതിൻ്റെ പേരിൽ പോലീസ് പൊക്കിയ കേസെടുത്ത ഒരു വ്യക്തിയാണ് ഈ അഷ്റഫ് ഉദവി എന്ന് പറയുന്നത്. അഷ്റഫ് സംഖ്യയല്ല, അഷ്റഫ് സഖാവല്ല, അഷ്റഫ് ഹുദവിയാട്ടോ. ഈ സംഖ്യയെക്കാളും സഖാവിനേക്കാളും മറ്റുള്ള ഏത് മൃഗങ്ങളെക്കാളും ഇവിടെ പൊതുശല്യമായിട്ട് മാറുന്ന ഈ ഹുദവികളെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ എത്രത്തോളം വലിയ പ്രത്യാഘാതം ഈ സമൂഹം നേരിടേണ്ടി വരും എന്നതിൻ്റെ നേർചിത്രമാണ് നിങ്ങളീ കാണുന്നത്. നിങ്ങൾ സമസ്തയുടെ പ്രസിഡൻറ്റിനെതിരെ ചരിത്രത്തിൽ ഒരാളിതുപോലെ അധിക്ഷേപം നടത്തിയിട്ട് പോലീസ് കേസിൽ പെട്ടിട്ടില്ല, പോലീസ് സ്റ്റേഷൻ കയറേണ്ടി വന്നിട്ടില്ല. അതൊരു ഹുദവിക്കാണ് ആ ഒരു ഹതഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. ആ വ്യക്തിയാണ് ഹമീദ് ഫൈസിയെ പറയുന്നത് തട്ടിപ്പിൻ്റെ കറയേറ്റ് കിടക്കുന്നു. ആരാണ് മോനെ തട്ടിപ്പിൻ്റെ കറയേറ്റ് കിടക്കുന്നത്? ഞങ്ങളിപ്പോൾ അത് പറയണോ? സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളും ചിത്രങ്ങളൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും അതുപോലെ തന്നെ മറ്റ് അഴിമതികളുടെയും ഒക്കെ കറയേറ്റ് കിടക്കുന്നത് ആരാണ് എന്ന് ഞങ്ങൾ പറയിപ്പിക്കണോ? കാക്കനാടൻ്റെ സാഹിത്യം മുതൽ ഇങ്ങോട്ട് എണ്ണി പറയാൻ ഞങ്ങളെ വീണ്ടും നീ നിർബന്ധിതനാക്കുകയാണോ? ഇതൊക്കെ ഞങ്ങളെക്കൊണ്ട് പറയിപ്പിക്കണോ? ആരാണ് തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും മറ്റ് ഒപ്പിക്കലിൻ്റെയും ഒക്കെ കറയേറ്റ് കിടക്കുന്നത് എന്ന് സമൂഹം ഇപ്പോൾ ഓരോ ദിവസം കൂടുന്തോറും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയുമൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും ഞങ്ങളെക്കൊണ്ട് നീ പറയിപ്പിക്കണ്ട. നിൻ്റെ പാണക്കാട് സ്നേഹം എവിടെയാണ്? നിൻ്റെ പാണക്കാട് സ്നേഹം, ആ പാരമ്പര്യം നിങ്ങളിങ്ങനെ പറയുമ്പോൾ ഫസ്റ്റ് ദാറുൽ ഹുദയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ദാറുൽ ഹുദയുടെ സ്ഥാപക പ്രസിഡൻ്റ് ആരാണ്? പാണക്കാട് സയ്യിദന്മാർ ജീവിച്ചിരിക്കെ തന്നെ ഫസ്റ്റ് ദാറുൽ ഹുദയുടെ പ്രസിഡൻ്റ് ആരായിരുന്നു? MM ബഷീർ മുസ്ലിയാർ. പിന്നെ ആരായിരുന്നു? CH ഹൈദ്രോസ് മുസ്ലിയാർ. ഇവർക്കൊക്കെ അന്നെന്താ പാണക്കാട് തങ്ങന്മാർ ജീവിച്ചിരിക്കുന്നില്ലേ? ഇവർക്കൊക്കെ ശേഷമാണ് ആരായത്? സമസ്തയുടെ മുഷാവറ അംഗമായിരുന്ന ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങളാകുന്നത്, ഹൈദർ അലി ശിഹാബ് തങ്ങളാകുന്നത്. പിന്നെ ഇപ്പോഴുള്ള പ്രസിഡൻ്റ്, ഇപ്പോൾ നിലവിലെ പ്രസിഡൻറ്റിനെ നിങ്ങളാക്കാൻ ഉദ്ദേശിച്ച ആൾ ആരായിരുന്നുവെന്നും ആയത് എങ്ങനെ, ഇപ്പോൾ ഉള്ള ആൾ ആയത് എങ്ങനെയാണെന്നും ഒക്കെയുള്ള കഥകൾ നിങ്ങളുടെ ആളുകൾ തന്നെ പുറത്തു വിടാതെ ഞങ്ങളത് അറിയില്ലല്ലോ, ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങളെക്കാൾ കൂടുതൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങളറിയുന്നവരല്ലേ. അതുകൊണ്ട് നിങ്ങളെ പാണക്കാട് സ്നേഹമൊന്നും ഇവിടെ വിളമ്പേണ്ടത്, വിളമ്പാതിരിക്കുകയാണ് നല്ലത്. കാരണം ഞങ്ങൾ അതൊക്കെ പുറത്തു വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം മാനക്കേടാണ്. പിന്നെ പറയുന്നത് AKG സെൻറ്ററിൽ നിന്നുള്ള അച്ചാരം വാങ്ങി കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെയും അൽപ്പൻ ജലീലിൻ്റെയും ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സമുദായത്തിൽ ഫിത്ന ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ്. സമസ്തൻ്റെ നേതാക്കളെക്കുറിച്ചാണ് പറയുന്നത്. ആരാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ
സ്ഥാപനത്തിൽ ഏറ്റവും കൂടുതൽ വിളിച്ച് സൽക്കരിച്ചത് എന്നതിൻ്റെ ഒരു കണക്ക് നമ്മളെടുക്കുക. കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അവരുടെ തിണ്ണ നിരങ്ങിയത് ആരാണ് എന്ന് അതിൻ്റെ കണക്കൊക്കെ പുറത്ത് ഞങ്ങൾ മുന്നേ വിട്ടതല്ലേ, അതിൻ്റെ ചിത്രങ്ങളൊക്കെ വിട്ടതല്ലേ. ആരെയാണ് കമ്മ്യൂണിസ്റ്റ് നേതാവിനെ സ്ഥാപനത്തിൽ സൽക്കരിച്ചതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ പുറത്താക്കിയത് എന്നും കാര്യം ജനങ്ങൾക്കൊക്കെ അറിയുന്നതല്ലേ. അപ്പോൾ ആ കമ്മ്യൂണിസം ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരണ്ട. കമ്മ്യൂണിസ്റ്റ് ആശയം ഏറ്റവും കൂടുതൽ പേറുന്നതും അതിനു വേണ്ടിയിട്ട് വിടുവേല ചെയ്യുന്നതും തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നതും ഒക്കെ നിങ്ങളുടെ ആളുകളാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഈ പറയുന്ന ഹമീദ് ഫൈസിയോ ഈ പറയുന്ന ജിഫ്രി തങ്ങളോ അല്ലെങ്കിൽ ഉമർ ഫൈസിയോ ഇവരൊന്നും അത്തരം പണികൾക്ക് പോകാറില്ല എന്നും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. ഇടതും വലതുമുള്ള ഒരു കമ്മ്യൂണിസത്തിനും അവരുടെ അച്ചാരം വാങ്ങാനും പോയിട്ടില്ല, അവരുടെ ആശയപ്രചരണങ്ങൾക്കും പോയിട്ടില്ല, അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കും പോയിട്ടില്ല. പിന്നെ ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലെ നിങ്ങൾ ഈ ഓമന പേരിട്ട് വിളിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമാണല്ലോ. അതൊന്നും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണ്ട. പിന്നെ കറകളുടെ കാര്യം ഒരുപാട് കറകൾ, നിങ്ങളുടെ കറകൾ, ആ കൊളായി പറഞ്ഞ ആ കറകളൊന്നും ഞങ്ങളെ കൊണ്ട് ഇപ്പോൾ പുറത്ത് പറയിപ്പിക്കണ്ട. അഷ്കർ അലി പറഞ്ഞ കറകളുടെ കഥകളൊന്നും ഞങ്ങളെ കൊണ്ട് പുറത്ത് പറയിപ്പിക്കണ്ട. ഉത്തരേന്ത്യയിലുള്ള കറകളുടെ കണക്കൊന്നും ഞങ്ങളോട് പറയിപ്പിക്കണ്ട. ഇവിടെ നിന്ന് കറയുണ്ടാക്കി ഉത്തരേന്ത്യയിലേക്ക് മുങ്ങിയ ആളുകളുടെ കണക്കും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണ്ട. അതൊക്കെ പറയിപ്പിക്കാതിരിക്കുന്നതാണ് നിനക്ക് ഏറ്റവും നല്ലത്. കറ പുരണ്ടതിൻ്റെ പേരിൽ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഉദവികളുടെ കണക്കും ഞങ്ങളെക്കൊണ്ട് പറയിപ്പിക്കണ്ട. ആ കറ വല്ലാതെ കൂടുതലുള്ളത് അവിടെയാണ്. അതിൻ്റെ കണക്കുകൾ പുറത്തു വന്നാൽ ജനങ്ങൾക്ക് ഇതൊക്കെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഉദവികൾക്കല്ല ഈ സമുദായത്തിന് തന്നെ അത് മോശമാണ്. അതുകൊണ്ട് ഞാനതൊന്നും പുറത്തു പറയുന്നില്ല ആവശ്യമായ സമയം വരെ. പിന്നെ UDF അധികാരത്തിൽ വരും എന്ന് കണ്ടിട്ട് ആണ് ഈ സംസ്ഥാന നേതാക്കൾ പാണക്കാട്ടെ ഉമ്മറത്ത് പോയി കൗന്ന് കടന്നതെന്നാണ് ഇവൻ പറയണത്. പാണക്കാട്ടെ തെങ്ങന്മാരുടെ അടുത്തേക്ക് പോകുന്നത് അത് ആദ്യത്തെ കേസല്ല, അത് സാധാരണ പതിവുള്ള കാര്യമാണ്. പാണക്കാട് തങ്ങന്മാർ ഉസ്താദുമാർത്തും പോകാറുണ്ട്, സമസ്താലയത്തിലും പോകാറുണ്ട്, സമസ്തൻ്റെ സമ്മേളനങ്ങൾക്കും വരാറുണ്ട്. തിരിച്ച് പാണക്കാട്ടേക്ക് ചില ആവശ്യങ്ങൾക്ക് പിന്നെന്താവാറുണ്ട്, ഉസ്താദുമാരും പോകാറുണ്ട്. മാത്രമല്ല കുഞ്ഞാലിക്കുട്ടി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ തങ്ങൾ ഉസ്താദിൻ്റെ വീട്ടിൽ തന്നെ പ്രത്യേകം ക്യാമ്പ് ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണക്കൊന്നും പറയണ്ട, അവിടെ ഒന്നും ഏറ്റ വ്യത്യാസം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ സമസ്ത തീരുമാനിച്ച ഒരു സമിതി, ആ സമിതി തങ്ങളെ കാണാൻ വേണ്ടി പാണക്കാട് പോയപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? ചെമ്മാട് ഭാഗത്തുനിന്ന് വരാമെന്നേറ്റ വണ്ടി അവിടെ എത്തിയില്ല. ആരെ വണ്ടി? നിൻ്റെ ഒക്കെ ഉസ്താദിൻ്റെ വണ്ടി. സമസ്ത ചുമതലപ്പെടുത്തിയ 7 അംഗ സമിതി, ആ സമിതിയിലെ എല്ലാവരോടും പാണക്കാട്ടേക്ക് വരാൻ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ ഉസ്താദ് അന്ന് അവിടേക്ക് വരാതിരുന്നത് ആരുടെയൊക്കെ പിൻവിളി കൊണ്ടാണ് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്കും അറിയാം. പാണക്കാട്ടേക്ക് ഇങ്ങനെ അവസാനമായിട്ട് ഒരു അപേക്ഷ കൂടി അദ്ദേഹത്തിന് കൊടുക്കാമെന്നും അവസാന തവണ സമസ്ത കഴിഞ്ഞ മുഷാവറയിൽ ക്ലിയർ കട്ടായ ഒരു തീരുമാനത്തിന് മുതിർന്നപ്പോൾ ഉമർ ഫൈസിയാണ് അത് തടഞ്ഞത് എന്ന കാര്യം നിങ്ങൾക്കറിയില്ലേ? ഉമർ ഫൈസി പറഞ്ഞു, ഞാൻ ഒന്നുകൂടെ പാണക്കാട് പോയിട്ട് കാര്യങ്ങൾ പറയട്ടെ, അദ്ദേഹത്തെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാം, അദ്ദേഹം എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്ക്യൂസ് കൂടി സമസ്തയുടെ മുഷാവറയിൽ നിന്ന് വാങ്ങിയെടുത്ത ആൾ ഉമർ ഫൈസിയാണ്. നോക്കണം നിങ്ങൾ എത്രത്തോളം താഴെ തട്ടിലേക്ക്, ക്ഷമയുടെ നെല്ലിപ്പടിയിലേക്ക് അദ്ദേഹം ഇറങ്ങിപ്പോയി. സമസ്തയുടെ പണ്ഡിതന്മാർ ഇറങ്ങിപ്പോയി. അങ്ങനെ സമസ്ത ശരിവെക്കുകയായിരുന്നു. അങ്ങനെയാണ് 7 അംഗ സമിതിയെ രൂപീകരിക്കുന്നത്. ആ 7 അംഗ സമിതിയിലെ ആളുകളോട് പാണക്കാടേക്ക് വരാൻ പറഞ്ഞിട്ട് 7 അംഗ സമിതിയിൽ ഒരാളായ ബഹാവുദ്ദീൻ നദ്വി മറ്റുള്ള ആളുകളുടെ സമ്മർദ്ദം മൂലം അദ്ദേഹത്തിൻ്റെ വണ്ടി ചെമ്മാട് നിന്ന് എടുക്കാതിരുന്നതും പിന്നീട് ഈ പാണക്കാട് വന്ന ആളുകൾ തിരിച്ചു പോവുകയുണ്ടായതും ഒക്കെ അന്വേഷിച്ചാൽ
ഉസ്താദിനോട്, സ്വന്തം ഉസ്താദിനോട് ഈ കളവൊക്കെ ആരാണോ നിനക്ക് പറഞ്ഞു തന്നത് ആ റൂട്ടിൽ തന്നെ അന്വേഷിച്ച് കഴിഞ്ഞാൽ, ശരിയായി ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിനക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നീ പറഞ്ഞത് യഥാർത്ഥത്തിൽ നിനക്ക് തന്നെ തിരിച്ചടിക്കുകയാണ്. പാണക്കാട് ഉമ്മറത്ത് വന്ന് വരാത്ത എല്ലാ സമസ്തൻ്റെ ആ സമിതി അംഗങ്ങളും ഉമ്മറത്ത് വന്നപ്പോൾ വരാത്ത ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അത് ബഹാവുദ്ദീൻ നദ്വിയാണ്. അദ്ദേഹം വരാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് നീ ഒന്ന് അന്വേഷിച്ച് നോക്കുക. അത് ഹജ്ജിന് പോയ സമദിൻ്റെ സമ്മർദ്ദം മൂലമാണോ മറ്റോ അങ്ങ് സംഭവിച്ചത് എന്നൊന്ന് അന്വേഷിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. സീനിയർ ഉസ്താദുമാരെ ഇനിയും ഇതുപോലെ വഞ്ചിക്കുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണം എന്ന് കുറ്റൂരിനെ പോലുള്ള ആളുകളോട് പറയാണ്. നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോട് നിങ്ങൾ ഉണർത്തി കൊടുക്കണം. അതുകൊണ്ട് ഹമീദ് ഫൈസിയുടെയോ അല്ലെങ്കിൽ സമസ്തയുടെ മറ്റേതെങ്കിലും പണ്ഡിതന്മാരുടെയോ മെക്കട്ടേക്ക് കുതിര കയറാനാണ് നിന്നെപ്പോലത്തെ ഈ തെറിച്ച ലിബറൽ ഉദവികളുടെ ഭാവമെങ്കിൽ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഞങ്ങൾ ഭാവിക്കുന്നില്ല. എന്താണോ പറഞ്ഞത് അതിൻ്റെ 10 മടങ്ങ് ഞങ്ങൾ അങ്ങോട്ട് മറുപടി തന്നിരിക്കും. വിത്ത് എവിഡൻസ്, എല്ലാത്തിനും തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ തെളിവുകളൊന്നും രേഖകളൊന്നും ഞങ്ങളെക്കൊണ്ട് പുറത്തിടിപ്പിക്കരുതേ എന്നാണ് കുറ്റൂരിനോട് വളരെ വിനീതമായി അപേക്ഷിക്കാനുള്ളത്. ഓക്കെ, ഒന്നുമല്ല, അതിൻ്റെ വിപത്ത് ഉദവികളെ മാത്രം ചുറ്റിപ്പറ്റി നിൽക്കില്ല, അത് മൊത്തം സമുദായത്തെ ബാധിക്കുമെന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് അടങ്ങി നിന്നോളുക, അതാണ് നിന്നെപ്പോലത്തെ ആളുകൾക്ക് നല്ലത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.